കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. കുളത്തൂപ്പുഴയിലാണ് സിനിമാ കഥയെ വെല്ലും വിധമുള്ള വലിയ കവർച്ച നടന്നത്. തൃശൂർ സ്വദേശിയിൽ നിന്നും 32 ലക്ഷം രൂപയും 300 ഗ്രാമോളം സ്വർണവും സുഹൃത്തുക്കളും കൊട്ടേഷൻ സംഘവും ചേർന്ന് കവർന്നു. സംഭവത്തിൽ സഹോദരങ്ങൾ ഉൾപ്പെടെ 4 പേർ അറസ്റ്റിലായി. കുളത്തൂപ്പുഴ മൈലമൂട് ചാമക്കാലയിൽ വീട്ടിൽ അരുൺ ബാബു, സഹോദരൻ സുവിൻ ബാബു, തിരുവനന്തപുരം അട്ടക്കുളങ്ങര സ്വദേശി ഷെഫീഖ്, മുട്ടത്തറ സ്വദേശി അരുൺകുമാർ എന്നിവരാണ് കുളത്തൂപ്പുഴ പോലീസിന്റെ പിടിയിലായത്. സംഭവത്തെക്കുറിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ ഇങ്ങനെ: തൃശൂർ സ്വദേശിയായ പരാതിക്കാരൻ വിദേശത്ത് നിന്നും നാട്ടിലെത്തിയപ്പോൾ 300 ഗ്രാം തൂക്കം വരുന്ന 3 സ്വർണ്ണക്കട്ടികൾ നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി കടത്തിക്കൊണ്ടുവന്നു. പിന്നീട് ഈ സ്വർണം വീട്ടിൽ സൂക്ഷിക്കുകയും വിൽപ്പന നടത്താൻ വിദേശത്തൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തായ സുവിൻ ബാബുവിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. സുവിൻ ബാബുവിന്റെ ഉറപ്പിന്മേൽ കുളത്തൂപ്പുഴയിലെത്തിയ പരാതിക്കാരന് പക്ഷേ ആദ്യ വരവിൽ സ്വർണം വിൽക്കാൻ കഴിഞ്ഞില്ല. ഇതോടെ ഇയാൾ തിരികെ പോയി. പരാതിക്കാരൻ തിരികെ പോയതോടെ സുവിനും സഹോദരൻ അരുൺ ബാബുവും സമീപവാസിയായ ഷമീറുമായി ഇക്കാര്യം സംസാരിക്കുകയും സ്വർണം തട്ടിയെടുക്കാൻ പ്ലാനിടുകയും ചെയ്തു. ഷമീർ വഴി തിരുവനന്തപുരത്തുള്ള കൊട്ടേഷൻ സംഘത്തിന് വിവരങ്ങൾ കൈമാറി. പിന്നീട് ഈ മാസം 30-ന് സുവിൻ ബാബു അറിയിച്ചതിന് പ്രകാരം പരാതിക്കാരൻ വീണ്ടും കുടുംബസമേതം സുവിൻ ബാബുവിന്റെ മൈലമൂട്ടിലെ വീട്ടിലെത്തി. സ്വർണത്തിൽ 600 ഗ്രാമോളം കടക്കൽ പ്രവർത്തിക്കുന്ന ഒരു ജുവലറിയിൽ വിൽപ്പന നടത്തി ലഭിച്ച പണവും ബാക്കി സ്വർണവുമായി വീണ്ടും മൈലമൂട്ടിലെ സുവിന്റെ വീട്ടിലെത്തുകയായിരുന്നു. സുവിൻ ബാബു അറിയിച്ചതിന് പ്രകാരം പ്രദേശത്ത് നേരത്തെ എത്തിയ കൊട്ടേഷൻ സംഘം ഒക്ടോബർ 31-ന് രാത്രിയോടെ വീട്ടിലേക്ക് കടക്കുകയും പരാതിക്കാരനെ ഭീഷണിപ്പെടുത്തി സ്വർണവും പണവും കവർന്ന് രക്ഷപ്പെടുകയുമായിരുന്നു. തനിക്കൊന്നും അറിയില്ലെന്നും മറ്റേതോ സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്നുമായിരുന്നു സുവിന്റെ വാദം. പരാതിക്കാരൻ അറിയിച്ചതിന് പ്രകാരം കുളത്തൂപ്പുഴ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചതോടെയാണ് ഞെട്ടിക്കുന്ന സംഭവങ്ങൾ പുറത്തറിയുന്നത്. ഉടൻ അന്വേഷണം ആരംഭിച്ച കുളത്തൂപ്പുഴ പോലീസ് ഷെഫീഖ്, അരുൺകുമാർ, അരുൺ ബാബു, സുവിൻ ബാബു എന്നിവരെ പിടികൂടി. കേസിലെ മുഖ്യ ആസൂത്രകനും മൈലമൂട് സ്വദേശിയുമായ ഷമീർ വിദേശത്തേക്ക് കടന്നു. പണവും സ്വർണവുമായി കടന്നു കളഞ്ഞ കൊട്ടേഷൻ സംഘത്തിലെ തിരുവനന്തപുരം സ്വദേശികളായ ഷാജഹാൻ, മനോജ്, വേണു എന്നിവരെ തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കവേ വാളയാറിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതേസമയം പരാതിക്കാരൻ മലപ്പുറം സ്വദേശികൾക്കായി കടത്തിക്കൊണ്ടുവന്ന സ്വർണമാണ് ഇപ്പോൾ മറിച്ച് വിൽപ്പന നടത്തുകയും കവർച്ച നടത്തുകയും ചെയ്തിട്ടുള്ളത് എന്ന വിവരമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. നാട്ടുവാർത്ത, കുളത്തൂപ്പുഴ.